ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൻഫീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ കുരുമുളകിട്ട് വരട്ടിയ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് ഏത് ഡിഷസിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി സൻഫീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻസ് ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ അടിപൊളി വീഡിയോസുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ലിവർ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ലിവറിൽ വല്ല വിഷാംശങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ചില്ലി പൗഡർ, ഒരൽപ്പം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിക്കാൻ എന്നോട് വിട്ടുപോയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ലിവർ റോസ്റ്റിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുത്ത് സവാള നന്നായി സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാള നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3 ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പെപ്പർ പൗഡറാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ ലിവറും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ മസാലയൊക്കെ ചിക്കൻ ലിവറിലേക്ക് നന്നായി പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് കുറവായതുകൊണ്ട് വീണ്ടും ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരൽപ്പം കറി ലീവ്സും അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റിലേക്ക് നമ്മുടെ പെപ്പർ പൗഡറിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി ഈ സമയത്ത് 1 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെയും ഇപ്പോഴുമായിട്ട് 2 സ്പൂണൊക്കെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ റെസിപ്പിക്ക് കൂടുതൽ സ്പൈസി ആയി പോകുന്ന ആരും പേടിക്കണ്ട കേട്ടോ. കറക്റ്റ് സ്പൈസസ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് തീരെ സ്പൈസസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് 2 സ്പൂണൊക്കെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റെസിപ്പി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ലിവർ റോസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് കറക്റ്റ് പാകത്തിനുള്ള വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് മുകളിലായി ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെയും നെയ്പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇതുപോലെ ചിക്കൻ ലിവർ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.